പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട അമ്പന്തല ബത്തേലേജി സഭ അധ്യക്ഷനും വിശ്വാസികൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ആശംസിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ അല്പനേരം ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളട്ടെ. സൺഡേ സ്കൂൾ ആനിവേഴ്സറിയെ കുറിച്ച് അറിഞ്ഞ് നാട്ടിൽ നിന്നും ചില അമ്മച്ചിമാർ നമ്മെ സന്തോഷിപ്പിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സംഗീതത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സഭയാണ് നമ്മുടെ അമ്പന്തല ബത്തേലേജി സഭ. സംഗീതത്തിൽ മുൻപന്തിയിലാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മധ്യയിൽ വന്നിരിക്കുന്ന അമ്മച്ചിമാർ എല്ലാവരും സംഗീതത്തിൽ ഉന്നതരാണ്. ഇവർ കൊയർ മെമ്പറുമാണ്. നിങ്ങൾ എല്ലാവരുടെ അനുവാദത്തോടെ ഓരോരുത്തരായി നാം അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി മേൽപ്പുറത്തിൽ നിന്നും വന്ന മറിയാമ്മ നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ചില്ലറക്കാരെയല്ല കേട്ടോ. സംഗീതത്തിൽ MA PhD ബിരുദ പ്രാപിച്ച മറിയാമ്മ നമ്മുടെ മെർസിൻ ചേച്ചിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബ്യൂട്ടി പാർലറും ഷോപ്പിങ്ങും പുള്ളിക്കാരുടെ വീക്ക്നെസ് ആണ്. ചില സ്റ്റൈലിയുമായാണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത് ഈ അമ്മച്ചി. അടുത്തതായിട്ട് നമുക്ക് ക്ഷണിക്കാം കാട്ടുകടയിൽ നിന്ന് വന്ന കണ്ണമ്മ. വെറും കണ്ണമ്മ അല്ല കേട്ടോ, പത്മശ്രീ കണ്ണമ്മയാണ്. ഇവർ അതിസമ്പന്നരാണ്. പത്മശ്രീ ബിരുദം ലഭിക്കുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇതുവരെയും തോന്നിയിട്ടില്ല. വെറുതെ കിട്ടിയതാണ് കേട്ടോ ഈ ബിരുദ്. അടുത്തായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം അണുക്കോട്ടിൽ നിന്നും വന്ന അന്നമ്മയെ കുറിച്ച് പറഞ്ഞാൽ വാചകത്തിലും പാചകത്തിലും അതിനിപുണ. രണ്ടിനെയും രുചിച്ചറിഞ്ഞവർ അന്നമ്മയെ ഒരിക്കലും മറക്കില്ല. ഇനി നമുക്ക് ക്ഷണിക്കാം കരിമ്പനവിളയിൽ നിന്ന് വന്ന അമ്മുകുട്ടി അമ്മ. രാഷ്ട്രീയ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ അമ്മുകുട്ടി അമ്മയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇവർ പാർട്ടി മാറും എന്നുള്ളതാണ്. ഭരണപക്ഷിയിൽ മെമ്പറായി ഇരിക്കുന്നതിൻ്റെ ക്ഷമ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. AG സഭയ്ക്കും സ്ത്രീ ജനങ്ങൾക്കും അമ്മുകുട്ടി അമ്മ പ്രിയങ്കരിയാണ്. അതിൻ്റെ കാരണമായി കൈകളിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനമായിട്ട് നമുക്ക് ക്ഷണിക്കാം ചൂഴാലിൽ നിന്ന് വന്ന സൂസമ്മ. നല്ലൊരു നർത്തകിയും നടിയുമായി മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നതിൻ്റെ മാർഗമായിട്ടുള്ള കളിയിലാണ് അമ്മച്ചി. അമേരിക്കയുടെ പ്രസിഡന്റായ റൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണപ്രകാരം അടുത്ത മാസം വൈറ്റ് ഹൗസിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ത്രില്ലിലാണ് നമ്മുടെ അമ്മച്ചി. നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം ആശംസിക്കുന്നു. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാൽ. പറയാൻ മറന്നു. കൊയർ മെമ്പർ ആയതുകൊണ്ടാകാം ഇവരോട് എന്ത് ചോദിച്ചാലും ഒരു പാട്ടിലൂടെ മറുപടി പറയും. എങ്ങനെയുണ്ട് അമ്മച്ചിമാരെ ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. ഉള്ള കാര്യം പറയാമല്ലോ അമ്മച്ചിമാരെ, നിങ്ങൾ ഈ വസ്ത്രത്തിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാട്ടിൽ നിന്ന് എത്തിയതല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്പന്തലയാണോ കന്യാകുമാരിയാണോ ഇഷ്ടപ്പെട്ട സ്ഥലം? ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം. അങ്ങനെ പറയല്ല അമ്മച്ചിമാരെ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആ ചെളിയിലേക്കും ചേറ്റിലേക്കും മടങ്ങാനാണോ കൊതിക്കുന്നവർ നിങ്ങൾ ഓരോരുത്തരും? അതിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പച്ചന്മാർ കൂടെ വന്നില്ലേ? ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എന്ത് പറ്റി സൂസാമ്മ അമ്മച്ചിക്ക് അപ്പച്ചനെ കുറിച്ച് വേറെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എൻ പ്രിയനിപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. മക്കളൊക്കെ എന്താ പറയുന്നത്? നിങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. അയ്യോ, കഷ്ടമായി പോയേട്ടോ. അപ്പൊ മരുമക്കളോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന
സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്താ മരുമക്കളെ പേടിയാണോ അമ്മച്ചിമാരെ? ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. കൊള്ളാമല്ലോ അമ്മച്ചിമാരെ. നിങ്ങളുടെ അമ്മാവിമാരും നിങ്ങളെ കുറിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നുണ്ടല്ലേ? ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ചർച്ച് പാസ്റ്ററിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വെയിലതി തണലും അവൻ, എന്റെ യേശു എത്ര നല്ലവൻ. എന്നാൽ ഞങ്ങളുടെ അസിസ്റ്റന്റ് പാസ്റ്ററിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നത്? അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ ആദിശ്രേഷ്ഠനമേശുവിനെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സെക്രട്ടറിയെ കുറിച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായി, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. സ്തോത്രം. ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്ത് സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ആൾ ദ ബെസ്റ്റ്. പിന്നെ അമ്പന്തിലെ ഏജി സഭ അംഗങ്ങളെ കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ. WMC പ്രേയറിനെ കുറിച്ച് എന്താണ് പറയണത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതെ, ഇത്രത്തോളം യഹോവ നാം ഓരോരുത്തരെയും സഹായിച്ചു. 40 വർഷം പിന്നിട്ട് നമ്മുടെ സഭയുടെ യാത്രയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഞങ്ങളുടെ ബത്തേലേജി സഭ വളരട്ടെ ദൈവകൃപയാൽ. പൊതുവായി ഞങ്ങൾക്ക് വല്ലതും ഉപദേശം തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. അല്ല, ഇനി എന്താണ് പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണോ അമ്മച്ചിമാരെ? അനുഗ്രഹത്തോടെ ഇപ്പോൾ ഐക്യാടിയാനേകുവായേ, മനസാലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. അതെ, ഇത്രത്തോളം ഞങ്ങളുടെ ഈ അമ്മച്ചി ഷോയെ ക്ഷമയോടും ശ്രദ്ധയോടും ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ്.